നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രാജീവിൻ്റെ വീട്ടിലാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ 2 വൃക്കകളും നഷ്ടപ്പെട്ട് ഒരു ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി കാത്തിരിക്കുന്ന ചെറുപ്പക്കാരനാണ്. എന്നെ സഹായിക്കണം, എനിക്ക് വേറെ ആരുമില്ല, ജീവിക്കാനുള്ള കൊതി വേണ്ട. ഈ കരച്ചിൽ നിങ്ങൾ ആരും തന്നെ കാണാതെ പോകരുത്. താഴെ കൊണ്ടിരിക്കുന്ന നമ്പർ നിങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ നൽകണമെന്ന് വിനീതമായി ഒന്നും മിണ്ടാണ്ടെങ്കിൽ തട്ടിപ്പാണെന്ന്. എന്ത് തട്ടിപ്പ്? ഈ ചാരിറ്റി കള്ളന്മാർക്ക് ഓരോ വീഡിയോക്ക് ലക്ഷങ്ങളാ പറയണത്. അറിയാ ഇതിലൊന്നായ പൈസ കൊടുത്തു പോയി. അതെ, കൊടുക്കരുത്. നിങ്ങൾ ആരെങ്കിലും ഇതിന് പൈസ കൊടുക്കലുണ്ടോ? ഞാൻ കൊടുക്കല്ല. എന്നാ പിന്നെ മിണ്ടായിരിക്കും. അത് പറ്റൂല, അന്യായം കണ്ടാ നമ്മൾ പറയും. പുലരിയെ കാര്യം അറിയാതെ സംസാരിക്കരുത്. ഇവരെ കൊണ്ടൊക്കെ എത്ര രോഗികളെ രക്ഷപ്പെട്ടെന്നറിയും. ഇപ്പം തന്നെ നോക്കാം, ഇതിന് 48 ലക്ഷം വേണം. കൂട്ടക്കാർ കൊടുക്കും, കുടുംബക്കാർ കൊടുക്കും, ആ നാട്ടുകാർ കൊടുക്കും. നാട്ടുകാർ ഇറങ്ങിയാലേ അതും നടക്കും. എങ്ങനെ നടക്കുന്ന പറഞ്ഞു? ഇത് നിസ്സാര തുക 48 ലക്ഷം ഉറുപ്പിയാണ്. ഇത് പന്തളി ഗ്രൗണ്ടിൽ നിന്ന് പിരിവ് നടത്തിയിട്ടോ ബസ്സിന് കൈയാട്ടിയിട്ടോ വണ്ടിക്ക് കൈയാട്ടിയിട്ടോ ബിരിയാണി ചാലഞ്ച് നടത്തിക്കൊണ്ടൊന്നും ഇത് കിട്ടും തോന്നില്ല. ഇതിന് ചാരിറ്റിക്കാരെന്നെ വേണം. കമ്മീഷൻ വാങ്ങണ്ടല്ലോ. അത് വാങ്ങണോരും വാങ്ങാത്തവരും ഉണ്ടാവും. എല്ലാവരും അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. നന്മമരങ്ങൾ നന്മയില്ലാത്ത നിങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ഇവിടെ രോഗിക്ക് എന്ത് കിട്ടിയെന്നല്ല, ഇവർക്ക് എന്ത് കിട്ടിയെന്നാണ് നിങ്ങളെ പോലത്തെ ഉള്ള ചിന്ത. ആരെങ്കിലും എന്തെങ്കിലും തട്ടിപ്പും തരികടിയും കാട്ടി വെച്ചിട്ട് അടച്ച് ആക്ഷേപിക്കാൻ നിൽക്കരുത്. നിങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഉപദ്രവിക്കാൻ നിൽക്കരുത് കേട്ടോ. പിന്നെ പുലരിയെ, നാളെ ഇവരൊക്കെ നിങ്ങൾക്കും വേണ്ടി ലൈവിൽ വരാതെക്കാൻ പടച്ചവനോട് പ്രാർത്ഥിച്ചോ. ഓൻ്റെടാ, ഓൻ നമ്മളെ ചങ്കിന് കുത്തിയിട്ടാട്ടാ പോയത്. അല്ലെങ്കിൽ ഓൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്. കുറേ രോഗികൾ ഇതിനെ കൊണ്ട് രക്ഷപ്പെട്ടിരിക്കണം.